بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു ചേർക്കട്ടെ. പുണ്യ റബീഉൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹസ്മരണയിൽ ലോകത്തുള്ള സർവ്വസൃഷ്ടി ചരാചരങ്ങളും അതിൽ ലയിച്ച് ആനന്ദത്തിൽ ആകുന്നു, ഏർപ്പെടുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അവിടത്തോടുള്ള സന്തോഷം ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിയ ആളുകളുടെ കൂട്ടത്തിൽ ചേരാൻ സർവശക്തൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് മഗ്ഫിറത്ത് എന്നുള്ളത്. സാധാരണ അത് പറയാറ് മരിച്ചുപോയ ആളുകളെ കുറിച്ച് പറയുന്നിടത്താണ്, മഗ്ഫിറത്ത് നൽകട്ടെ എന്ന്. എന്നാൽ ഇത് നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് മഗ്ഫിറത്ത് എന്നുള്ളത്. ആത്മീയമായ ചിന്തയുടെ എല്ലാ മേഖലകളിലും മഗ്ഫിറത്ത് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മുടെ നിസ്കാരം തന്നെ മഗ്ഫിറത്തിന്റെ ഏറ്റവും വലിയ ഒരു പാഠമാണ് നമ്മുടെ മുന്നിൽ തരുന്നത്. ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയുന്നത് 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നാണ്. ഒരു വട്ടമല്ല, 3 വട്ടം. നിസ്കാരം കഴിഞ്ഞ ആദ്യം തന്നെ പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നാണ്. അതിനർത്ഥം അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്ത് ഞാൻ നിന്നോട് തേടുന്നു എന്നാണ്. നിസ്കാരത്തിന്റെ ഉടനെ 3 വട്ടം ഇങ്ങനെ ഒരു സത്യവിശ്വാസി പറയുന്നു. യഥാർത്ഥത്തിൽ ആ അമല് നിർവഹിച്ച ശേഷം ആ അമലിന്റെ പേരിൽ ഒരു സ്തുതിയാണ് പറയേണ്ടത്. ഖുർആൻ വളരെ സാഹസികം എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ശ്രമകരം എന്ന് പറഞ്ഞിട്ടുള്ള അഖാമ യുഖീമു പ്രയോഗം, നിർത്തേണ്ടടുത്ത് നിലനിർത്താൻ കഴിയുക എന്ന സമയബന്ധിതമായ ഒരു കർമ്മത്തെ പൂർത്തീകരിച്ചതിൽ സർവശക്തനോട് നന്ദി പറയാൻ അൽഹംദുലില്ലാ പറയേണ്ടതിന് പകരം അസ്തഗ്ഫിറുല്ലാഹ്, മഗ്ഫിറത്ത് തേടാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മഗ്ഫിറത്ത് കിട്ടുക എന്നുള്ളത് അത്ര പ്രാധാന്യമാണ്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമലിന്റെ ചേർന്ന് തന്നെ അള്ളാഹുവോട് ആ ഇഷ്ടത്തിൽ ചേർന്ന ഒരു മഗ്ഫിറത്തിന്റെ തേട്ടം പരിപൂർണമായും അത് ഫലമുള്ളതായി തീരാൻ വേണ്ടി തന്നെയാണ് പരിശുദ്ധ ശറഅ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റിനെ നിസ്കാരത്തിന്റെ ചേർത്ത് വെച്ചത്. അപ്പോൾ മഗ്ഫിറത്തിനെ തേടുക എന്നത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളൂ. അതുപോലെ തന്നെ നിസ്കാരം അവസാനിക്കുന്നതിന്റെ തൊട്ട് മുന്നേയുള്ള ദുആയും അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് തുടങ്ങുന്നതാണ്. സലാം വെട്ടുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ദുആ. അവിടെയും മഗ്ഫിറത്ത് തന്നെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. 2 സുജൂദ്, മനുഷ്യ ആയുസ്സിലെ ഏറ്റവും വലിയ കർമ്മം. സുജൂദ് ഉള്ളതുകൊണ്ട് നിസ്കാരം അഫ്ദലുൽ ഇബാദത്തായി. എന്നാൽ ആ 2 സുജൂദിന്റെ ഇടയിൽ വരുന്ന ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തമുണ്ട്. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള കെമിസ്ട്രിയുടെ ഏറ്റവും മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം, 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം. യഥാർത്ഥത്തിൽ ആ സമയത്ത് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 7 പ്രാർത്ഥനകളുണ്ട്. റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. മനോഹരമായ ക്രോഡീകരണം. തവീലായ ഫർളല്ല, ഖസീറായ ഫർളാണ് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം. ദൈർഘ്യത പോലും പാടില്ലാത്ത ആ കുറഞ്ഞ സമയം എന്ന നിസ്കാരത്തിന്റെ ഫർളിൽ പോലും ചോദിക്കുന്ന കുറഞ്ഞ സമയത്തിലെ 7 കാര്യങ്ങളിൽ ആദ്യം ചോദിച്ചതും മഗ്ഫിറത്ത് ആണ്. അപ്പൊ മഗ്ഫിറത്ത് തേടുന്നത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നിസ്കാരത്തിന്റെ വെളിയിലും മഗ്ഫിറത്ത് ഉണ്ട്. ഒരാളുടെ മലമൂത്ര വിസർജനത്തിന്റെ പൂർത്തീകരണം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ഗുഫ്രാനക എന്നവൻ പറയുന്നുണ്ട്. പറയൽ സുന്നത്താണ്. മഗ്ഫിറത്ത് ജീവിതത്തിൽ ധാരാളം തേടുന്നു. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിനംപ്രതി 100 വട്ടം മഗ്ഫിറത്ത് തേടി അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റിലൂടെ.
അപ്പോ തെറ്റ് ചെയ്യാത്തവരും മഗ്ഫിറത്ത് തേടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു അർത്ഥമാണോ മഗ്ഫിറത്തിനുള്ളത്? നമ്മൾ മനസ്സിലാക്കി മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപമോചനം എന്ന്. അത് പരിമിതമായ ഒരു പ്രയോഗമാണ്. മഗ്ഫിറത്ത് എന്നത് പല അർത്ഥങ്ങളിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ പല തരത്തിലുള്ള ആശയങ്ങളിൽ അറിയപ്പെടുന്നു. അതിൽ താൽക്കാലികമായ ഒരു പ്രയോഗം മാത്രമാണ് പാപമോചനം എന്നുള്ളത്. മഗ്ഫിറത്ത് കിട്ടിക്കഴിഞ്ഞാൽ പാപം പൊറുക്കും എന്നത് അതിന്റെ ഒരു സ്വാഭാവികത മാത്രമാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മഗ്ഫിറത്ത് എന്നത് മഹാപദവിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഗ്ഫിറത്ത് കിട്ടിയാൽ എല്ലാം കിട്ടി. മഗ്ഫിറത്തിന് സ്വർഗത്തെക്കാളും പ്രാധാന്യമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, ഇവിടെ ശ്രദ്ധിക്കണേ. മഗ്ഫിറത്ത് എന്ന് പറയുന്ന മഹത്തായ പദവിക്ക് സ്വർഗത്തെക്കാളും പ്രാധാന്യം ഖുർആൻ കൊടുക്കുന്നു. ഒരു 6-7 സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങനെ നിരന്തരമായി ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചത് കാണാൻ കഴിയും. മഗ്ഫിറത്ത് പറഞ്ഞിട്ടേ സ്വർഗം പറഞ്ഞിട്ടുള്ളൂ. മഗ്ഫിറത്ത് കിട്ടിയാലേ സ്വർഗം കിട്ടൂ. മഗ്ഫിറത്ത് എന്നത് റബ്ബിന്റെ തൃപ്തി എന്നതാണ് അതിന്റെ ഒരു സാധാരണ പരിഭാഷ. റബ്ബിന്റെ തൃപ്തി, മഗ്ഫിറത്ത്. റബ്ബിന്റെ തൃപ്തി കിട്ടിയാൽ സ്വാഭാവികമാണ് അതിലെല്ലാം ഉണ്ട്. സ്വാഭാവികമാണ് അതിൽ പാപം പൊറുക്കുക എന്നത് സംഭവിക്കും. അത് സംഭവിക്കും. റബ്ബ് നമുക്ക് നസീബാക്കട്ടെ. അത് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും സർവർക്കും, പാപം ചെയ്തവർക്കും പാപം ചെയ്യാത്തവർക്കും ഒക്കെ കിട്ടേണ്ട ഒരു പദവിയാണ് മഗ്ഫിറത്ത് എന്ന പദവി, അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവും. എന്നാൽ ഇവിടെയാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുന്നത്. ഈ മഗ്ഫിറത്തിന്റെ പദവി കിട്ടണമെങ്കിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണമെന്ന് ഖുർആൻ. ഈ മഗ്ഫിറത്തിന്റെ പദവി കിട്ടാൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണമെന്ന് ഖുർആൻ. മഗ്ഫിറത്തിന് ശേഷമേ സ്വർഗം പറഞ്ഞിട്ടുള്ളൂ. സ്വർഗം പോലും മുത്തുനബിയാൽ കിട്ടേണ്ട പദവിയുടെ ശേഷം, സ്വർഗം പോലും ചരിത്രത്തിൽ കാണാലോ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മഹർ കൊടുക്കാൻ നേരം ഹവ്വ റളിയല്ലാഹു അൻഹയ്ക്ക് മഹറായി ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മുന്നിൽ ആദ്യം പറയുന്നത്, ഞാൻ സ്വർഗം, എനിക്ക് കിട്ടിയ സ്വർഗത്തെ മഹറായി അങ്ങ് കൊടുക്കാൻ. അള്ളാഹ് പറഞ്ഞത് പോരാന്നാ. അപ്പോൾ സ്വർഗത്തെക്കാളും വിലപിടിപ്പ് സ്വലാത്തിന് എന്ന് വരുത്തി തീർക്കുന്ന ആ ആശയ ചർച്ച പരിശുദ്ധ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സ്വർഗത്തെക്കാളും മഗ്ഫിറത്ത് എന്ന പദവിക്ക് അള്ളാഹു പ്രാധാന്യം കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആലു ഇംറാൻ. നിങ്ങൾ ധൃതി വെക്കണേ. എവിടെ പോവാൻ? ധൃതി വെക്കണേ. അള്ളാഹുവിന്റെ സ്നേഹം കലർന്ന ഉപദേശം. ധൃതി വെക്കണേ, വേഗാവട്ടെ. സുറഅത്ത് വസാരിഉ. സുറഅത്തും അജ്ലത്തും അറബി ഭാഷയിൽ ചർച്ച ചെയ്യപ്പെട്ടതാ. അജ്ലത്ത് പൈശാചികമാണ്, സുറഅത്ത് ഇലാഹിയ. വസാരിഉ ഒരു കാര്യത്തെ അതിന്റെ നിശ്ചയിക്കപ്പെട്ട സമയത്തോട് അടുത്തെത്തിയാൽ അതിനുവേണ്ടി ഒരുക്കം വേഗത്തിലാക്കുക എന്നത് അല്ലാഹ് ഇഷ്ടപ്പെട്ട കാര്യ. അതിന് സുറഅത്ത് എന്നാ പറയാം. എന്നാൽ സമയം നിശ്ചയിക്കപ്പെട്ടതിനേക്കാൾ മുമ്പ് വെപ്രാളം കൊണ്ട് കാണിക്കുന്ന ആർത്തിയുടെ ഒരു ധൃതി വെക്കലുണ്ട്. അതിന് അജ്ലത്ത് എന്ന് പറയാം. അൽ അജ്ലത്തു മിനശ് ശൈത്താൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തികച്ചും ഇലാഹി സ്പർശമുള്ള ഒരു പ്രയോഗം സുറഅത്ത്. സമയായിടോ, വേഗാവട്ടെ. എങ്ങോട്ട്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വേഗം ധൃതിയാക്കണേ. അതിന്റെ സമയായി. മഗ്ഫിറത്തിലേക്ക് ധൃതി വെക്കണേ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വജന്ന, സ്വർഗത്തിലേക്കും. മഗ്ഫിറത്തിന് ശേഷം സ്വർഗം. ഏത് സ്വർഗം? ആകാശഭൂമിയുടെ വിശാല വിസ്തൃതിക്കപ്പുറം സ്വർഗം. മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട സ്വർഗം അല്ലാഹു തരട്ടെ. മഗ്ഫിറത്ത് സ്വർഗത്തിന്റെ മുമ്പാ. മഗ്ഫിറത്ത് കിട്ടിയ സ്വർഗം. ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം വജന്നത്തുൻ
تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. ഇവിടെയും പറഞ്ഞു സ്വർഗ്ഗത്തിൽ പോകാനുള്ള ആളുകളെ പറ്റി, മുഅ്മിനീങ്ങളെ പറ്റി, സത്യവിശ്വാസികളെ പറ്റി. അവരുടെ പ്രതിഫലം മഗ്ഫിറയാണ്. മഗ്ഫിറത്തും മിർ റബ്ബിഹിം, മഗ്ഫിറത്താണ്. അതിന്റെ കൂടെ അതിന്റെ ശേഷം പറഞ്ഞു വജന്നാത്ത്, സ്വർഗം മഗ്ഫിറത്തിന് ശേഷമാണ് ആ ആയത്തിലും പറഞ്ഞത്. ആയത്ത് സൂറത്ത് ആലു ഇംറാൻ തന്നെ. فالذين آمنوا وعملوا الصالحات لهم مغفرة ورزق كريم. സൂറത്തുൽ ഹജ്ജ്. ഇങ്ങനെ പറഞ്ഞാൽ എത്രയോ ആയത്തുകൾ. മഗ്ഫിറത്ത് എന്ന മഹത്തായ പദവിക്ക് ശേഷം സ്വർഗം പറഞ്ഞു. മഗ്ഫിറത്തിന് പ്രാധാന്യം. സൃഷ്ടിയാണോ? സൃഷ്ടാവിൽ നിന്നും മഗ്ഫിറത്ത് നേടൽ അനിവാര്യം. അല്ലാഹു തരട്ടെ, മഗ്ഫിറത്ത് നേടണേ എന്ന ഒരു സന്ദേശം പറയുന്ന മാസമാ പരിശുദ്ധ റബീഉ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, ഈ മഗ്ഫിറത്ത് എങ്ങനെ കിട്ടും? ഇത്ര പ്രാധാന്യം ഇതിന് ഉണ്ടെന്ന് പറഞ്ഞ ഖുർആൻ തന്നെ പറയട്ടെ. ഈ മഗ്ഫിറത്ത് എങ്ങനെയാ നമുക്ക് കിട്ടാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഈ മഗ്ഫിറത്ത് വേണോ? മഹബ്ബത്തിലൂടെ കിട്ടൂത്. ഏത് മഹബ്ബത്ത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, നമുക്ക് ഏറ്റവും അനിവാര്യമായ മഹബ്ബത്ത് എന്ന അല്ലാഹുവോടുള്ള മഹബ്ബത്ത്. അല്ലാഹുവോടുള്ള മഹബ്ബത്ത്, ഈ ഇഷ്ടം നിങ്ങൾ കൊതിക്കുന്നുവോ അത് വേണേ. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അത് ശക്തമായി തന്നെ വേണം അല്ലാഹുവോട്. എന്നാലാ മുഅ്മിനാവൂ. അല്ലാഹുവോട് ശക്തമായി ഉണ്ടാവേണ്ട സ്നേഹം, അത് കിട്ടിയാലേ നമ്മൾ മുഅ്മിനാവൂ. അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? എന്നാൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണേ. ഇത്തിബാഴ് വേറെ, ഇത്തിഫാഖ് വേറെ. ഒരാൾ ഇവിടെ നിന്ന് നടന്ന് ശാന്തിപുരത്തേക്ക് പോയി, അതുപോലെ മറ്റൊരാൾ നടന്നു പോയി. ഏതാണ്ട് ഒരേ സമയത്ത് ഒരേപോലെ പോയാൽ ഇത്തിഫാഖ് എന്നാ പറയാ. നടന്നു പോയ ആള് ആദ്യത്തെ കാല് വെച്ചോടത്ത് തന്നെ രണ്ടാമത് പോയ ആള് കാല് വെച്ചു, രണ്ടാമത്തെ കാല് വെച്ച് അതേ അടയാളത്തിൽ മറ്റേ കാല് അടുത്ത ആള് വെച്ചു. അങ്ങനെ അയാൾ ചെയ്തതിനെ പിന്നിൽ പറ്റി പോയതിനെ പിൻപറ്റാന്ന് പറഞ്ഞത്. അങ്ങനെയാ വേണ്ടത്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇത്തിബാഅ്, ഇത്തിഫാഖ് അല്ല പറഞ്ഞത്, ഇത്തിബാഅ് പറഞ്ഞത്. ഇത്തിബാഅ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത്തിബാഅ് അല്ലെങ്കിൽ നമ്മുടെ ശറഇന്റെ ക്രോഡീകരണത്തിൽ നമ്മൾ സ്വഹാബികൾക്ക് ശേഷം പറയുന്നത് താബിഈങ്ങൾ എന്നാ. ഇതുപോലെ പിന്നിൽ പറ്റിയവർ. ദീൻ അങ്ങനെയാ. കണ്ടവൻ ഇങ്ങനെ കണ്ടുപഠിച്ച മതമാണ് ദീൻ. ഫൽയുബല്ലിഗ് ശാഹിദുൽ ഗായിബ, ഇവിടെ വന്നവർ, കണ്ടവർ, ഇവിടെ സാക്ഷിയായവർ, കാണുകയും കേൾക്കുകയും ഒരേ സമയം സംഭവിക്കുമ്പോഴാ ഷഹാദത്ത് എന്ന് പറയാ. സന്നിഹിതരായ ആവാത്തവർക്ക് എത്തിക്കണേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഉപദേശം പോലും ഹജ്ജത്തുൽ വദാഇന്റെ പ്രോജ്വല പ്രഭാഷണത്തിന്റെ വാക്കുകളിൽ അങ്ങനെയാ. ഇത്തിബാഅ് വേണം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഫത്തബിഊനി, അല്ലാഹുവിന്റെ മഹബ്ബത്ത് നിങ്ങൾക്ക് വേണോ? എന്നെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യണേ. എന്നാൽ സ്വാഭാവികമായും ആ ആജ്ഞയുടെ ഉത്തരമാണ് യുഹ്ബിബുക്കുമുല്ലാഹ്. ആ അംറിന്റെ ജവാബാണ് യുഹ്ബിബുക്കുമുല്ലാഹ്. എന്നെ പിൻപറ്റിയ അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഖുർആൻ. എന്നെ നിങ്ങൾ പിൻപറ്റിയാൽ സൂറത്ത് ആലു ഇംറാൻ. അല്ലാഹനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റണേ. എന്നെ സ്നേഹിക്കണേ എന്നല്ല പറഞ്ഞത്, എന്നെ പിൻപറ്റണമെങ്കിൽ അതിൽ സ്നേഹമില്ലാതെ നടക്കൂല. സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ പോരാ, അത് പിൻപറ്റലിലും കാണണം, പിന്നിൽ പറ്റണം. മടുത്തിട്ട് ഇത്തിഫാഖായി പോവരുത്, ഇത്തിബാഅ് തന്നെ വേണം.
എന്നാൽ യുഹ്ബിബുക്കുമുല്ലാഹ്, എന്റെ ഇത്തിബായിലൂടെ അല്ലാഹുവിന്റെ മഹബ്ബത്ത് നിങ്ങൾക്ക് കിട്ടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അത് മതി നിങ്ങൾക്ക് മഗ്ഫിറത്ത് എന്ന മഹാപദവിക്ക് എന്ന് പറയുന്ന നബിയെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ആയത്തും ഇതിനോട് അനുബന്ധമായ പശ്ചാത്തലവും സ്വഹാബികളിലൂടെ ഏറ്റവും സ്നേഹം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേണമെന്ന മതശാസനയുടെ ഭാഷയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അന അബ്ദുല്ലാഹി ഇബ്നു ഹിസാം കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ആഖിദുൻ ബിയദി ഉമർ ഇബ്നുൽ ഖത്താബ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവിടുത്തെ സ്വഹാബി വൃന്ദം നല്ല സന്തോഷം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചേർന്ന് നിൽക്കുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കരുത്തുള്ള കരത്തിൽ ഇങ്ങനെ മെല്ലെ പിടിച്ചൊന്നമർത്തി സ്നേഹം കൊണ്ടാ. അങ്ങനെ ഉണ്ടല്ലോ, ഒന്ന് അടുത്ത് നിൽക്കുമ്പോൾ ആ കൈക്കൊന്ന് അണഞ്ഞു പിടിക്കാ എന്നതൊരു സ്നേഹമാ. മുത്തായ നബി തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ 5 വിരലിലേക്ക് അവിടുത്തെ 5 വിരൽ ഇങ്ങനെ കോർത്ത് ചേർത്ത് പിടിച്ചു. എന്നിട്ടോ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖത്തേക്ക് പുന്നാര പൂമാനൊന്ന് നോക്കി. ഫഖാല ലഹു ഉമർ ഇബ്നുൽ ഖത്താബ് അറിയാതെ പറഞ്ഞു, യാ റസൂലല്ലാഹ് ലഅത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. എന്റെ ജീവൻ കഴിഞ്ഞാൽ, എന്റെ ശരീരം കഴിഞ്ഞാൽ, എന്റെ ജീവിതം കഴിഞ്ഞാൽ, ഞാൻ എന്നെ സ്നേഹിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്നേഹിക്കുന്നത് അങ്ങയെയാണ് നബിയേ. അങ്ങനത്തെ ഒരു ഭാഷയുടെ പ്രകടനത്തിൽ മാത്രം ആ സ്നേഹത്തെ പരിചയപ്പെടൽ അന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു ഭാഷയുടെ അവതരണം അല്ലെങ്കിൽ ഒരു വൈകാരികമായ പ്രകടനം ഇത്തരം വാക്കുകളിൽ പരിമിതം. അതാണ് ഭാഷയുടെ ഭംഗി എന്നാണ് അതുവരെ വിശ്വസിച്ചുള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബിന് റസൂലുള്ളാഹിയോട് ആ മഹാൻ സ്വന്തത്തെ സ്നേഹിച്ചേക്കാൾ സ്നേഹമില്ലായിരുന്നു എന്നല്ല അതിനർത്ഥം. ആ സന്ദർഭം വരെ ഇതൊരു മത നിയമമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടുമോ ഇല്ലയോ, അല്ലെങ്കിൽ എന്നെക്കാളും ഞാൻ എന്റെ നബിയെ സ്നേഹിക്കുന്നു എന്നൊരു പൊതുസമൂഹത്തിൽ പറഞ്ഞാൽ അത് ആ സമൂഹം ഉൾക്കൊള്ളുമോ ഇല്ലയോ എന്ന ഒരു ആശയക്കുഴപ്പമായിരിക്കാം സ്വഹാബി ഇങ്ങനെ പറഞ്ഞത്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു എന്നെക്കാളും എന്നെ സ്നേഹിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയാ. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഹബീബായ നബി നിങ്ങൾ പറഞ്ഞു, മോനെ സ്നേഹപ്രകടനം അങ്ങനെയല്ല വേണ്ടത്. ഇനി ഭാഷയുടെ കൂച്ചുവലങ്ങുകളില്ല, വശ്യമനോഹരമായ ശാബ്ദിക മിശ്രണം പ്രവാചക പ്രേമത്തിന്റെ പ്രഫുല്ലമായ വാക്കുകളായി പൊഴിയട്ടെ. മഹാനായ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ, അങ്ങനെ പറയല്ലേ ഉമറേ, വല്ലദീ നഫ്സീ ബിയദിഹി, അല്ലാഹുവെ തന്നെയാണ് സത്യം. ഗൗരവമുള്ള സമയത്ത് ആ സത്യം ചെയ്തിട്ട് പറയാം. അല്ലാഹുവെ തന്നെയാണ് സത്യം. ഹത്താ കൂന അഹബ്ബ ഇലൈക, എന്റെ റബ്ബേ, ഓരോ വാക്കുകളിലും ചകഞ്ഞ് പറയാനുള്ളതായ വലിയൊരു ഭാഷാശാസ്ത്രമാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. സൂപ്പർലേറ്റീവിന്റെ പ്രയോഗം, ഏറ്റവും ഇഷ്ടം ഞാൻ ആവണം നിന്റെ മനസ്സിൽ എന്നാ. എന്നോട് ഇഷ്ടമുണ്ടായിട്ട് നിന്നോടുണ്ടായാൽ മതി എന്നല്ല പറഞ്ഞത്. സർവ്വതിനേക്കാളും ഏറ്റവും ഇഷ്ടം എന്നോട്, ഏറ്റവും, ഞാൻ അതിനപ്പുറത്തേക്കില്ല. അതുവരെ മുഅ്മിനല്ല ഒരാളും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഫഖാല ലഹു ഉമർ. ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാത്തിരുന്നു സയ്യിദുനാ ഉമർ. തൊട്ടടുത്ത നിമിഷം വാചാലനായി മഹാനവറുകൾ, വല്ലാഹി അൽആന ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. ഈ നിമിഷം മുതൽക്ക് അങ്ങനെ തന്നെയാ നബിയെ. പറയാനൊരു മടിയുണ്ടായിരുന്നു. ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ എല്ലാ സത്യവും പറയാൻ ഒരു മടി വേണം. ആ മടിയുടെ കൂച്ചുവലങ്ങ് പൊട്ടിക്കപ്പെട്ടു നബിയെ.
فقال النبي صلى الله عليه وسلم الآن يا عمر ഉമറേ ഇപ്പോഴാണ് ഈമാന്റെ പരിപൂർണതയെ അറിയാൻ കഴിയൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏറ്റവും ഇഷ്ടം അവിടുത്തെ നമ്മൾ ഏറ്റെടുക്കണേ, അവിടുത്തെ ഏറ്റെടുക്കണേ. ഹബീബിനെ ഒഴിവാക്കി ഞാൻ വിനയത്തോടുകൂടെ പറയട്ടെ, തർക്കങ്ങൾ നമ്മുടെ മതത്തിൽ പല വിഷയങ്ങളിലുമുണ്ട്. റസൂലുള്ളാഹിയുടെ പേരിൽ തർക്കം വേണ്ട. എന്തുകൊണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തർക്ക വിഷയമായാൽ വിമർശനങ്ങൾക്ക് പോലും നമ്മുടെ നാമ്പ് വഴങ്ങേണ്ടി വരും. ആ ഒരു അവസ്ഥ വലിയ അപകടമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബിന്റെ പേരിൽ എന്തിനാണ് തർക്കം? അവിടത്തോട് എന്തിനാണ് തർക്കം? സ്വഹാബികൾ സ്വർഗമല്ല മോഹിച്ചത്. സ്വർഗം പറയുന്നതിന് മുന്നേ മുത്തുനബിയുടെ സാമീപ്യത്തെ അവർ പറഞ്ഞു പോകും വിധം പ്രചോദനങ്ങൾക്ക് പ്രതികരിച്ച ശരീരഭാഷയാ അവരുടേത്. കാണാമല്ലോ, മഹാനായ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്നുണ്ട്, മഹാനായ ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഒരു പാതിരാവിൽ മുഴുവനും ഉണ്ടായിരുന്നു. കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയുടെ കൂടെ രാപാർത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ഞാൻ രാപാർത്തതെന്നറിയുമോ? അവിടുത്തെ എനിക്കൊന്നൊറ്റയ്ക്ക് കിട്ടാൻ. അങ്ങനെ ഫഅതൈതുഹു ബിവളൂഇഹി വഹാജതിഹി, അവിടുന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വരുമ്പോൾ വുളൂ ചെയ്യാനുള്ള വെള്ളവുമായി ഞാൻ ആ വീടിന്റെ വാതിൽക്കൽ കാത്തു നിന്നു. സഹോദര, പുന്നാരപ്പൂമാന്റെ അടച്ചിട്ട കതക് തുറന്നു വരുന്നത് വരെ സ്വഹാബി കാത്തു നിൽക്കുമ്പോൾ ആ സ്വഹാബിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തിന്റെ നെഞ്ചിടിപ്പുണ്ടായത് വാതിൽ തുറക്കുന്നതിന്റെ തൊട്ടടുത്ത നിമിഷമാ. ഏറ്റവും കൂടുതൽ സ്വഹാബിക്ക് കോരിത്തരിപ്പുണ്ടായത് പുളകം കൊണ്ടത് പുണ്യപ്പൂമാനെ കാണുന്നതിന്റെ തൊട്ടു മുന്നേയുള്ള സമയമാ. മുഷിഞ്ഞു കണ്ടിട്ടില്ല. വെള്ളവും പിടിച്ചു നിൽക്കുന്ന ആദ്യ സമയം ഉണ്ടായതിനേക്കാളും ആവേശമാ. ശരീരത്തിന് ക്ഷീണം തോന്നിയിട്ടില്ല. ആ ശരീരത്തിന് ഉത്തേജനം കൂടി. പ്രവാചക പ്രേമത്തിന്റെ ഉത്തേജനം മുത്തുനബി കതക് തുറന്നു വരുന്നത് വരെ, ആ ശരീരത്തിന്റെ അവസാന സമയം വരെയുള്ള വർദ്ധിച്ചു വരുന്ന ഉത്തേജനത്തെ മുഖത്തിൽ നിന്നും കണ്ടെടുത്ത മുത്തായ നബി തങ്ങൾ ചോദിച്ചു, സൽനീ, ചോദിക്ക് റബിയ, എന്ത് വേണം നിനക്ക്? എന്ത് വേണം ഈ സ്നേഹത്തിന് പകരമായി തരാൻ? എന്ത് വേണമെങ്കിലും ചോദിക്കൂ. മഫ്ഊൽ പറഞ്ഞിട്ടില്ല എന്നാ. എന്താ വേണ്ടത് എന്നല്ല, അല്ലെങ്കിൽ ഇന്നത് വേണോ എന്നല്ല, ഒരു കാര്യത്തിൽ പരിമിതപ്പെടുത്താത്ത രീതിയിൽ എന്തും ചോദിക്കാം. കിട്ടിയ അവസരം റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് മുറാഫഖതക, അങ്ങയുടെ കൂട്ടുകാരനായി, അങ്ങയുടെ ചങ്ങാതിയായി, അങ്ങയുടെ കൂടെ 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 എന്ന് പറയുന്ന കൂട്ടുകെട്ട് എനിക്ക് വേണം. അതും സ്വർഗത്തിൽ. ആദ്യം ആ കൂടെ പറഞ്ഞിട്ടാ സ്വർഗം പറഞ്ഞത്. ഈ വാക്കൊരു സ്വഹാബി പറഞ്ഞത് പ്രവാചക പ്രേമത്താലാ. സഹോദര, ആ വാക്കുകൾക്കൊരു വഹയിന്റെ പക്വതയാ. ആ വാക്കുകൾക്കൊരു വഹയിന്റെ പക്വതയാ. എനിക്ക് സ്വർഗം വേണമെന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ എന്നല്ല പറഞ്ഞത്, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ എന്ന് അങ്ങയുടെ കൂടെ ആദ്യം പറഞ്ഞു. സ്വഹീഹ് മുസ്ലിം. ഈ വാക്കുകളുടെ വാല്യൂ ഒരു വഹയിന്റെ പക്വതയാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. سورة التحريم. ആസിയ റളിയല്ലാഹു അൻഹയുടെ അന്ത്യ നിമിഷം പറയുന്നു ഖുർആൻ. ആസിയ റളിയല്ലാഹു അൻഹ ചില്ലറക്കാരിയല്ല. പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്,
മരിക്കാതെ സ്വർഗത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോയ മഹദിയാണ് ആസിയ. ഞാൻ വെറുതെ പറയല്ല. സൂറത്ത് തഹ്രീമിന്റെ വ്യാഖ്യാനം ജലാലുദ്ദീൻ സുയൂത്തിയുടെ തഫ്സീർ എടുത്ത് നോക്കൂ. മരിക്കാതെ സ്വർഗത്തിൽ പോയ പല മഹാന്മാരെയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഖീല ദഖുലുൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ. മഹാനായ ഹബീബുൻ നജ്ജാറിനെ കുറിച്ച് സൂറത്ത് യാസീൻ. മരിക്കാതെ സ്വർഗത്തിൽ പോയി എന്നാ പറഞ്ഞത്. ഖീല ദഖുലുൽ ജന്ന, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അവന്റെ ഇഷ്ടദാസൻ അവനെ മരിപ്പിച്ചും കേറ്റാം മരിപ്പിക്കാതെ കേറ്റാം. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീറ. എന്തിനാ അള്ളാന്റെ കഴിവില് നമ്മൾ സംശയിക്കുന്നത്? പിന്നെ അതിന്റെ ഒരു സ്വാഭാവികത, പരീക്ഷ എഴുതി പാസ്സായി റാങ്ക് കിട്ടുന്നു, അല്ലാതെയും കിട്ടുന്നു. ചിലര് പരീക്ഷയൊന്നും എഴുതാതെ വേറെ കലാരംഗങ്ങളിലൂടെ വന്നിട്ട് വലിയ വലിയ പദവിയും വലിയ വലിയ പട്ടാള മേധാവിയുടെ പദവിയും ഡോക്ടറേറ്റും ഒക്കെ കിട്ടുന്നു. പരീക്ഷ എഴുതി പഠിച്ചവനും കിട്ടുന്നു, അല്ലാത്തവനും കിട്ടുന്നു. ചിലർക്ക് ഓട്ട മത്സരത്തിലൂടെ ആയിരിക്കും പോലീസിൽ ജോലി കിട്ടുക, അവൻ ചിലപ്പോൾ പഠിച്ചായിരിക്കില്ല. അങ്ങനെയും കിട്ടുന്നുണ്ട്. മരിക്കാതെയും സ്വർഗം കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകട്ടെ. ആസിയ റളിയല്ലാഹു അൻഹയുടെ അന്ത്യനിമിഷം ഫറോവ ചക്രവർത്തിയുടെ ക്രൂരമായ വിനോദം, ആസിയ റളിയല്ലാഹു അൻഹയുടെ പൂമേനിയോടുള്ളവന്റെ വാശിയുണ്ടല്ലോ. ഭാര്യയായിരുന്നു. അടുത്ത് എത്തുമ്പോ ആസിയ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിന്റെ സുഗന്ധം ഫറോവയുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു കളഞ്ഞു. ആരാ ഫറോവ? ഒരു ദിവസം ഒരു ഒട്ടകത്തെ തിന്നും. തീറ്റയിലല്ല ആരോഗ്യം. ഈ പഹയൻ ഇത് തിന്നാൽ 40 ദിവസത്തിൽ ഒരിക്കലാ ബാത്റൂമിൽ പോവാം. അതുവരെ പിടിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി, അത്ര വലിയ ആരോഗ്യം. ആ ഫറോവയുടെ ആ ആരോഗ്യം ആസിയ റളിയല്ലാഹു അൻഹയുടെ സ്ത്രൈണ സുഗന്ധം അടിച്ചാൽ അയാൾ തളർന്ന് കൊഴഞ്ഞു വീണു. തൊട്ടിട്ടില്ല. ആ പൂമേനിയുടെ സുഗന്ധം ആസ്വദിക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ ബോധം കെട്ടു വീഴും. ഫറോവയെ കൊണ്ട് അള്ളാഹു തൊടിയിച്ചിട്ടില്ല. ആസിയ റളിയല്ലാഹു അൻഹ എന്ന ആ സൗന്ദര്യധാമത്തെ ആസ്വദിക്കാൻ കഴിയാത്തതിന്റെ വാശി തീർത്ത പോലെ ആണി അടിച്ച് ശിക്ഷിച്ച ഫറോവ. അങ്ങനെ ഖുർആൻ പറഞ്ഞത്. 2 കൈ ഇങ്ങനെ മലർത്തി പിടിച്ചിട്ട് ആ ഉള്ളം കൈയിൽ ഇങ്ങനെ ആണിയടിക്കും, കഴുത്തിൽ ആണിയടിക്കും, കാലിൽ ആണിയടിക്കും. എന്നിട്ടോ ഒട്ടിച്ചു വെക്കും. അവൻ മിക്കവാറും മരത്തിന്റെ വലിയ തടിയിലായിരിക്കും. ആസിയ ബീവിയെ മണൽപ്പരപ്പിൽ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലും വലിയൊരു കല്ലുരുട്ടിയിടാം. ഈ കല്ല് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുവന്ന് ആസിയ റളിയല്ലാഹു അൻഹയുടെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോ ദുആരക്കാണ്. ആ സമയത്ത് ആസിയ ബീവിയുടെ ജീവിതത്തിന്റെ ഏറ്റവും തഖ്വ നിറഞ്ഞ ആസിയ ബീവി മരണം മുന്നിൽ കാണുന്ന നേരം. നമ്മളെ പോലത്തെ ആളല്ലല്ലോ ആസിയ റളിയല്ലാഹു അൻഹ. സ്ത്രീ വിഭാഗത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാത്തു നിസാഇ അഖിലുൽ ജന്ന എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ 4 വനിതകളിൽ സ്വർഗത്തിന്റെ നേതാക്കൾ അതിൽപ്പെട്ട ആസിയ റളിയല്ലാഹു അൻഹയുടെ സാധാരണ ജീവിതം തന്നെ അസാധാരണമായ തഖ്വയും ഇഖ്ലാസും. ആ മഹ്ദി മരിക്കാൻ നേരം അല്ലാഹു സ്വർഗ്ഗം കാണിച്ചു കൊടുത്തു. ഈ വേദന ഒന്നും അറിയാതിരിക്കാൻ ആ സമയത്ത് പറയുന്ന വാക്കുകൾക്ക് എത്ര വലിയ വലിപ്പമുള്ളത്. അപ്പൊ പറഞ്ഞ വാക്കാണ്, അല്ലാഹുവേ റബ്ബി, എന്റെ മാത്രം റബ്ബേ, ഇബ്നിലി, എനിക്ക് നീ കെട്ടിടം പണിയണേ. ഇബ്നിലി ബിനാ, കെട്ടിടം. എനിക്ക് നീ കെട്ടിടം പണിയണേ, എനിക്ക് വേണ്ടി നീ കെട്ടിടം പണിയണേ. എവിടെയാ ഇനി ഒരു കെട്ടിടം വേണ്ടത്? എവിടെയായിരിക്കും? സ്വർഗത്തിൽ നിന്നല്ല പറഞ്ഞത്. നിന്റെ അടുത്ത് ഖുർആൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഫിൽ ജന്ന, അത് സ്വർഗത്തിൽ. നിന്റെ അടുക്കൽ എന്ന അല്ലാഹുവോടുള്ള അദമ്യമായ ഇഷ്ടം, റബ്ബ് എന്ന ചിന്ത, അള്ളാന്റെ സാമീപ്യം പറഞ്ഞ ശേഷം സ്വർഗം പറഞ്ഞ പോലെ മുഹമ്മദ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ സാമീപ്യം, അങ്ങയുടെ കൂടെ. അതിനുശേഷം റബീഅ പറഞ്ഞു ഫിൽ ജന്ന, അതിനുശേഷം സ്വർഗം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇത് പ്രയാസമാ. ആസിയ ബീവി ചോദിച്ച അതേ ഭാഷയിൽ ആസിയ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു കൊടുത്ത ആനുകൂല്യം പോലെ അതേ പക്വതയിൽ പ്രിയപ്പെട്ട സ്വഹാബി പച്ചപ്പാതിരാക്ക് പറയുമ്പോ പുണ്യപൂമാൻ തിരിച്ചു ചോദിക്ക അവഗൈറ ദാലിക,
അതല്ലാത്ത മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ റബിയ? മഹാനായ റബിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവദാക, അത് മതി നബിയെ, അത് മതി, ഇനി വേറെ ചോദിക്കാനില്ല. അതിലങ്ങോട്ട് പിടിച്ചു. ഫഅഇനി, എന്നാ എന്നെ നീ സഹായിക്കണേ, അലാ നഫ്സിക ബികസ്റത്തി സുജൂദി, എന്നെ നീ സഹായിക്കണേ, കൂടുതൽ സുജൂദ് ചെയ്തുകൊണ്ട് സഹായിക്കണേ. വ്യാഖ്യാനത്തിൽ കാണാം, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണേ. മുത്ത് നബിയുടെ കൂടെ സ്വർഗം. എന്റെ പ്രിയമുള്ള മുഅ്മിനേ, ജീവിതത്തിൽ സുന്നത്ത് നിസ്കാരങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ അത് ജീവിതത്തോട് ചേർക്കാൻ പഠിക്കണം. പുണ്യ റബീഉൽ എന്തുകൊണ്ട് ദുഹാ നിസ്കാരത്തിലേക്ക് ഒന്ന് കടന്നു വന്നുകൂടാ? വിത്ർ നിസ്കാരത്തിലേക്ക് കടന്നു വന്നുകൂടാ? ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ, തസ്ബീഹ് നിസ്കാരങ്ങൾ, ഏതൊക്കെയെന്ന് ഒന്ന് അന്വേഷിക്കാം. എന്നിട്ടോ നമുക്ക് അതിലേക്കൊന്ന് വ്യാപൃതരാവാൻ കഴിഞ്ഞാൽ ഹബീബിന്റെ സുന്നത്തിനെ ജീവിപ്പിക്കാൻ നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രേരണയായി, പ്രചോദനമായി, ആവേശമായി മുന്നിൽ വരുന്ന റബീഉ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഏകാന്തമായ സമയങ്ങൾ മുഴുവനും കരച്ചിലായിരുന്നു. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പരിശുദ്ധമായ മിമ്പറിന്റെ പടവിൽ നബി തങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവിടുന്ന് കയറുന്ന നേരം സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിലേക്ക് പ്രവാചക പ്രേമത്തിന്റെ 1000 സ്മരണകൾ ഇങ്ങനെ തേട്ടി വരികയാണ്. ഖുത്ബ മാത്രമല്ല, മിമ്പറേക്കാർ അവർ ഗൗരവമായ ഒരു കാര്യം സമൂഹത്തെ അറിയിക്കാനും കയറും. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിന്റെ പടവുകളിൽ നിന്നുകൊണ്ട് പറയാൻ തുടങ്ങി, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദൽ യൗമി മിൻ ആമിൽ അവൽ. അന്ന് നബി പറഞ്ഞത്, അതിനുശേഷം പറഞ്ഞത്, ഡേയും ഡേറ്റും ഇട്ട് പറയുന്ന പോലെ കൃത്യമായി ഓർത്ത് പറയാൻ, ഇങ്ങനെ മഷിവറ്റാത്ത ഒരു പുസ്തകത്തിന്റെ അടയാളം പോലെ സിദ്ദീഖ് തങ്ങളുടെ മനതകത്തിൽ കൊത്തിവെച്ച, കല്ലിൽ കൊത്തിവെച്ച ചിത്രം പോലെ മുത്തായ നബിയുടെ വദസ്സുകൾ മുഴുവനും ഉരവിടുമ്പോൾ സ്വഹാബത്ത് ഞെട്ടിത്തെരിച്ചു പോവുകയാ. അത്ര കൃത്യമായി മനസ്സിൽ പതിഞ്ഞ ചിത്രമാണോ സയ്യിദുനാ റസൂലുള്ളാഹി? അത്ര കണ്ട് ഹബീബായ നബി തങ്ങൾ സിദ്ദീഖ് തങ്ങളുടെ മനസ്സിലങ്ങ് പതിച്ചു. എന്നിട്ടോ പൊട്ടിക്കരഞ്ഞു പോയി. പിന്നെ മഹാനവരുകൾ ഓരോരോ ഗുണപാഠങ്ങളുള്ള ജീവിതാനുഭവങ്ങൾ അങ്ങനെ പെറുക്കി പറയാൻ തുടങ്ങി. അപ്പോഴാണ് പുന്നാര നബി തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആഇനെ കുറിച്ച് തന്റെ മുന്നിലുള്ള സ്വഹാബികളോട് പറയാൻ സിദ്ദീഖ് തങ്ങൾ തീരുമാനിച്ചത്. പുണ്യപൂമാന്റെ ഓർമ്മയിൽ മനതകം തിങ്ങി നിൽക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞ് പറഞ്ഞ ആ ദുആ ഉണ്ടല്ലോ, ഹബീബായ നബി തങ്ങൾ നമ്മോടൊക്കെ ചെയ്യാൻ പറഞ്ഞ ദുആ ഉണ്ടല്ലോ, ആ ദുആക്ക് ഭാഷയുടെ പരിധി വെച്ചിട്ടില്ല. ഏത് ഭാഷയിലും ചോദിക്കാൻ പറ്റിയ ദുആ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സഹാബ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലം തുതൗ ശൈഅൻ ബഅദ കലിമത്തിൽ ഇഖ്ലാസി മിസ്ലൽ ആഫിയാ. ഇഖ്ലാസിന്റെ കലിമത്ത് കഴിഞ്ഞാൽ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ അതിൽ ഉറച്ചു ജീവിക്കാനുള്ള ഒരു അവസരം അല്ലാഹുവോട് ചോദിക്കുക എന്ന പ്രാർത്ഥന കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിങ്ങൾ കാണേണ്ട പ്രാർത്ഥന ഇതാണെന്ന് പറഞ്ഞ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദുആ പറയുന്നുണ്ട്, ഫസ്അലുല്ലാഹൽ ആഫിയ. എപ്പോഴും അല്ലാഹുവോട് ആഫിയത്ത് ചോദിക്കണേ. ആഫിയത്ത് എന്ന് പറഞ്ഞാ ആരോഗ്യം നല്ല കേട്ടോ, അനിന്ദിക്കണം, ആരോഗ്യം നല്ല, ബലാ മുസീബത്ത് അടങ്ങേറുകൾ ഇല്ലാത്ത അവസ്ഥയ്ക്ക് ആഫിയത്ത് പറയാം. അതുകൊണ്ടാണ് മയ്യത്ത് നിസ്കാരത്തിൽ ദുആ ഇറക്കുന്നത്. മയ്യത്തിന് ആഫിയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയത്, മരുന്നും ഗുളികയില്ലാത്ത ലോക ഖബർ, അവിടെ എന്തുട്ടാ ആഫിയത്ത്? ആ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ഖബറിൽ അദാബുകൾ, ബലാകൾ ഒന്നും ഇല്ലാതിരിക്കുക എന്ന. അപ്പൊ രോഗമില്ലാത്ത അവസ്ഥ എന്നത് ആഫിയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്.
ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സർവ്വ സന്തോഷവും നിലനിൽക്കണം എന്നതാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കരുതി കൂട്ടിയ ആ വാക്ക് തന്നെ ഉപയോഗിച്ച്. സിഹത്ത് ചോദിക്കണേ എന്ന് പറഞ്ഞാൽ ആരോഗ്യം മാത്രമുള്ളതിൽ, ആഫിയത്തില് ആരോഗ്യമുണ്ട്, ജീവിതത്തിന്റെ സൗകര്യങ്ങളുണ്ട്, സന്തോഷമുണ്ട്, സമ്പത്തുണ്ട്, ഒക്കെ ഉണ്ട്. ആഫിയത്ത് എന്നുള്ള ഒറ്റ വാക്ക് അതിനെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചോദിക്കണേ, ചോദിച്ചുകൊണ്ടിരിക്കണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഇന്റെ ഏറ്റവും വലിയ സന്ദേശം. ഈ പ്രാർത്ഥന സത്യവിശ്വാസി ജീവിതത്തിൽ കൊണ്ടു നടക്കുക. എന്റെ നബി, എന്നോട് സ്നേഹമുള്ള നബി, അതിനുവേണ്ടി പ്രയോഗിക്കാൻ വേണ്ടി ഉദ്ധരിച്ചു തന്നിട്ടുള്ള വാക്ക് ആഫിയത്ത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ ഏറ്റെടുക്കണം, സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവണം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്നേഹപ്രകടനത്തിന് മലയാളത്തിൽ പറയുന്ന വാക്കാണ് ആഘോഷം. എന്റെ ഹബീബിന്റെ പേരിലുള്ള ആഘോഷം എന്ന് പറയുമ്പോൾ മുഖം വാടുന്നത് അതിന്റെ ആവശ്യമില്ല. സ്വഹാബികൾ ചെയ്തിട്ടുള്ളതാണിത്. പരിശുദ്ധ ഖുർആൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഹബീബിന്റെ പേരിലുള്ള ആഘോഷം, ആഘോഷത്തിന്റെ അർത്ഥം സന്തോഷ പ്രകടനം എന്ന മഹാനായ ശൈഖ് അലി മുഹമ്മദ് ബിൻ സ്വല്ലാബി റഹ്മത്തുള്ളാഹി അലൈഹി ലോക പ്രശസ്ത ചരിത്ര ഗ്രന്ഥമായ സീറത്തുൻ നബവിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പ്രവേശിക്കാം. അതൊരു തിങ്കളാഴ്ചയാ പ്രവേശം നടക്കുന്നത്. ഞായറാഴ്ച രാത്രി, ഞായർ അസ്തമിച്ച തിങ്കളാഴ്ച രാവിൽ മദീനയുടെ അതിർത്തിയിലുണ്ട്. അവിടെ ഹബീബായ നബി തങ്ങൾ താമസിക്കുന്നു. അങ്ങനെയാ സ്വഹാബികൾ പറഞ്ഞത്. ഞായറാഴ്ച അസ്തമിച്ച ശേഷം മദീനയുടെ അതിർത്തിയിലെത്തി. നേരത്തെ മദീനയിൽ സ്വഹാബികൾ ഉണ്ടായിരുന്നു. 1 കൊല്ലം മുന്നേ, 1.5 കൊല്ലം മുന്നേ ഒക്കെ സ്വഹാബികൾ അവിടെ ഉണ്ട്. മദീനയുടെ അതിർത്തിയിലെത്തിയ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോളൂ, എന്റെ വകയല്ല, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പേ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അൻസാരികളായ മദീനക്കാരായ സ്വഹാബത്തിന്റെ അടുത്തേക്ക് റസൂലുള്ളാഹി ആളെ പറഞ്ഞയച്ചു. ഞങ്ങൾ ഇവിടെ ഉണ്ട്, വന്നാ പോരാ. ഹബീബായ നബി തങ്ങൾ മദീനയിലെത്തുകയാ. എങ്ങനെ? കേട്ടോളൂ, മദീനയിൽ നബിതങ്ങൾ വരുന്നത് മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നബിദിനമാണ്. നബിദിനം എന്ന് പറഞ്ഞാൽ നബി ജനിച്ച ദിനം മാത്രമല്ല, നബി ഉള്ളതിനോ നബിദിന. ആ സ്മരണ എന്നും ജീവിതത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് നബിദിന. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒരു മുഅ്മിനാവും. അല്ലാതെ കൊല്ലത്തിൽ ഒരിക്കലേ നബിദിനം ഉള്ളൂ എന്നല്ല. നബിദിനം 4 കൊല്ലത്തിൽ റബീഉൽ അവൽ 12 നബി ജനിച്ച ദിനം, കൊല്ലത്തിൽ ഒരിക്കൽ എന്ന നിലക്ക് ഒരു നബിദിനം. മാസത്തിലല്ല, 12ാം ദിവസവും മാസത്തിൽ ഒരിക്കൽ നബിയെ ഓർക്കാൻ, ഓർമ്മ പുതുക്കാൻ പറ്റിയ ഒരു അവസരം എന്ന നിലക്ക് മാസത്തിൽ 12ാമത്തെ ദിവസം അറബി മാസത്തിൽ നബി ജനിച്ച ദിനം. ആഴ്ചയിൽ തിങ്കളാഴ്ച, ആഴ്ചയിൽ തിങ്കളാഴ്ച നബിദിനമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഹബീബായ നബി തങ്ങൾ തിങ്കളാഴ്ച ദിവസം ജനിച്ചു. സ്വഹാബി ചോദിച്ചല്ലോ, നബിയെ എന്തുകൊണ്ട് തിങ്കളാഴ്ച നോമ്പ് സുന്നത്ത്? അവിടുന്ന് പറഞ്ഞ മറുപടി ഫീഹി വുലിത്തു, തിങ്കളാഴ്ച ദിവസം ഞാൻ ജനിച്ചു. ഹബീബായ നബിയുടെ സ്വഹാബികൾ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി അങ്ങനെയാണ്. മഹാനായ ഇമാം തബറാനി അവിടുത്തെ മുഅ്ജമുൽ കബീറിൽ പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല വലദ നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഇത്നൈൻ. ഈ തിങ്കളാഴ്ച ആഴ്ചയിൽ നബിദിനം എന്ന അടിസ്ഥാനത്തിൽ. ഇനി കേട്ടോളൂ, ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുണ്ട് ഒരു ഹദീസ്. അബൂലഹബിന് നരക ശിക്ഷയിൽ ഇളവുണ്ട്. എന്തുകൊണ്ട്? അബൂലഹബിന്റെ മുന്നിൽ വന്നിട്ട് മുത്തായ നബിയുടെ ജനനം അറിയിക്കുന്ന സുവൈബ എന്ന് പറയുന്ന അടിമപ്പെണ്ണ് അത് പറഞ്ഞത് കേട്ട സന്തോഷത്തിൽ, ആ കുട്ടിയുടെ ജനനത്തിലുള്ള സന്തോഷത്തിൽ, നുബുവത്ത് പോലും അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല എന്ന് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുന്ന കുട്ടിയുടെ ജനനം പിൽക്കാലത്ത് നബി ആയപ്പോൾ അതിന് കിട്ടിയ പോരിശയെ അടിസ്ഥാനപ്പെടുത്തി അന്നത്തെ ജനനത്തിന് പോലും മതം കൊടുത്ത പരിഗണന. അബൂലഹബ പെണ്ണിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് തിങ്കളാഴ്ച എന്ന നിലക്ക്. ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ചയിലും അബൂലഹബിന്റെ നരകശിക്ഷയിൽ ഇളവുണ്ടെന്ന് അബൂലഹബ് പറഞ്ഞതായി അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടിട്ട് മഹാനവറുകൾ ആ സ്വപ്നത്തെ കുറിച്ച് പറയുന്നത് ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുണ്ട്.
അവിശ്വാസിയായ ആള് സ്വപ്നത്തിൽ പറയുന്നത്. അവിശ്വാസിയുടെ സ്വപ്നം ഇസ്ലാമിൽ സ്ഥാനമുള്ളത് തന്നെയാണ്. എവിടെയുണ്ട്? പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫ് നബിയുടെ മുന്നിൽ വന്നിട്ട് അവിശ്വാസിയായ രാജാവ് കണ്ട സ്വപ്നത്തെ കുറിച്ച് പറയുമ്പോ കൃത്യമായി യൂസുഫ് നബി അതിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ആ സ്വപ്നത്തിന് സ്ഥാനമുണ്ടെന്ന് പറയുന്ന ആയത്തുകൾ സൂറത്ത് യൂസുഫിലുണ്ട്. അബൂലഹബിന്റെ സ്വപ്നത്തിൽ ഇങ്ങനെയായിരുന്നു: 2 വിരലുകൾക്കിടയിൽ നിന്നും അബൂലഹബിന് ചപ്പി വലിക്കാനുള്ള വെള്ളം സുഖീത്തു എന്നാ പറയാ. അബൂലഹബ്, എനിക്ക് കുടിക്കാൻ കിട്ടുന്നുണ്ട്, നരകത്തിലെ ദാഹത്തിൽ എനിക്ക് കുടിക്കാൻ തിങ്കളാഴ്ചയിൽ 2 വിരൽ പുച്ഛങ്ങളിൽ നിന്നും എനിക്ക് വെള്ളമുണ്ട്. അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനവറുകൾ ഇങ്ങനെ പറയുന്നുണ്ട്: തിങ്കളാഴ്ച ആഴ്ചയിൽ ഒരിക്കൽ നബിദിനം അബൂലഹബിന് ആ പരിഗണന കിട്ടിയത്. ദിവസത്തിൽ എല്ലാ ദിവസവും നബിദിനം സുബഹി മുതൽക്ക് സുന്നത്തുകൾ അങ്ങ് ചെയ്യാ. നബി കൂടെ ഉണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ അഭിപ്രായത്തിൽ നമുക്ക് എല്ലാ ദിവസവും നബിദിനാവണം. അത് പള്ളിയിലേക്ക് കയറുമ്പോ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ, വീട്ടിൽ ചെല്ലുമ്പോ, സത്യവിശ്വാസിയോട് സമീപിക്കുമ്പോ, ചെരുപ്പ് ധരിക്കുമ്പോ, വസ്ത്രം ധരിക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, കുടുംബത്തോട് സംവദിക്കുമ്പോ, എല്ലാ സ്ഥലത്തും നബിദിനം നബി നമ്മുടെ കൂടെ ഉണ്ട് ഈ ദിനത്തിൽ എന്ന രീതിയിലാവണം. ഈ 4 അർത്ഥത്തിൽ നബി ദിനം ആവാം. ഏതായാലും മദീനയിലെത്തിയത് തിങ്കളാഴ്ചയാ. ഞായറാഴ്ച രാത്രി അതിർത്തിയിലെത്തിയിട്ട് സ്വഹാബിയെ പറഞ്ഞയച്ചു, ഞങ്ങൾ ഇവിടെ എത്തി. അപ്പൊ അൻസാരികളായ സ്വഹാബികൾ ഇങ്ങോട്ട് വന്നു. ഫസല്ലമു അലൈഹിമ, അവരെല്ലാവരും കൂടിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുനും ഹബീബായ നബി തങ്ങൾക്കും അങ്ങോട്ട് സലാം പറഞ്ഞു. എന്നിട്ടോ ഇവര് പറഞ്ഞു, അവിടുന്ന് മദീനയിൽ നിന്ന് മദീനയുടെ അതിർത്തിയിൽ താമസിക്കുന്ന മുത്തുനബിയുടെ അടുക്കിലേക്ക്, സിദ്ദീഖ് തങ്ങളുടെ അടുക്കിലേക്ക് മദീനക്കാരായ സ്വഹാബികൾ വന്നിട്ട് സലാം ചൊല്ലിട്ട് പറഞ്ഞു: ഇർക്കബാ, നിങ്ങൾ 2 വാഹനത്തിൽ കയറോ. ആമീനൈൻ, നിർഭയരാണട്ടോ, ഇവിടെ ആരും വരില്ല നിങ്ങളെ ചോദ്യം ചെയ്യാൻ. മുത്താഈൻ, നിങ്ങൾ നേതാക്കളാ, നിങ്ങൾക്ക് പിന്നിൽ ഇവിടെ നിങ്ങളുടെ പിന്നാലെ വഴി പിടിച്ചു വരുന്ന ആളുകളുണ്ട്. മുത്താഈൻ, നിങ്ങൾ മുന്നിൽ നടക്ക്, ഞങ്ങൾ പിന്നിലുണ്ട്. എന്നിട്ടോ ഫറഖിബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിൻ, മഹാനായ നബി തങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ കൊണ്ടുവന്ന ഒട്ടകത്തിന്റെ പുറത്ത് കയറി. അങ്ങനെ പോകുമ്പോൾ വഹഫൗദൂനഹുമാ ബിസ്സിലാഹ്, പിന്നിൽ സ്വഹാബികളായ അൻസാറുകൾ ആയുധം പിടിച്ചുകൊണ്ട് യാത്ര തുടർന്ന ഒരു സംഘം. ഘോഷയാത്ര എന്ന് മലയാളത്തിൽ പറയും. ഘോഷം, ആഘോഷത്തിന്റെ മറ്റൊരു പ്രയോഗം. സന്തോഷ പ്രകടനത്തിന്റെ യാത്ര. സ്വഹാബികൾ ആയുധം പിടിച്ചു എന്നുള്ളത് ഓതി ഉദ്ധരിച്ച് ആരെയും ഉത്തേജിപ്പിക്കുകയല്ല. അവിടെ വരെ അവരുടെ പ്രൗഢി കാണിക്കാൻ ഹബീബിനെ കൊണ്ട് അവർ സന്തോഷം പ്രകടിപ്പിച്ച ഒരു തിങ്കളാഴ്ച ദിവസം പരിശുദ്ധ മദീനയിലെത്തി. നബി വന്ന ദിനം നബിദിനം. അന്ന് മദീനയിലെ വീടുകൾ അലങ്കരിച്ചിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ആ വീട് അലങ്കരിച്ചതിന് ഖുർആൻ കൊടുത്ത പ്രാധാന്യം ഈമാനിനേക്കാളും പ്രാധാന്യം കൊടുത്തു. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാൻ, വീട് ഒരുക്കുക എന്ന അമലിനെ ഈമാൻ എന്ന വിശ്വാസത്തിന്റെ മുമ്പ് പറഞ്ഞു. എവിടെയും ഈമാനിന് ശേഷം ആ അമല് പറയാ. ഈ ഒരൊറ്റ ആയത്തിലൊഴിച്ച് ഈ ആയത്ത് പറഞ്ഞ അമല്, ഈമാന്റെ മുമ്പ് പറഞ്ഞ അമല്, മുത്തായ നബി മദീനയിൽ വരുന്നതിന് മുമ്പേ ഹബീബായ നബിക്ക് വേണ്ടി വീടൊരുക്കിയ സ്വഹാബിയുടെ വീടൊരുക്കുക എന്ന അമൽ. വീടൊരുക്കൽ ഒരു സാധാരണ പുണ്യം. അത് മുത്തുനബിയുടെ വരവോട് അനുബന്ധമായി വീടൊരുക്കൽ, അതിലേറെ പുണ്യം. സ്വഹാബികൾ ആ തിങ്കളാഴ്ച ദിവസം മദീന പ്രവേശം തിങ്കളാഴ്ചയാ വീടൊരുക്കി. എന്റെ സഹോദരന്മാരെ, എന്തിനേറെ ഹബീബിന്റെ വരവിനെ പ്രമാണിച്ചുകൊണ്ട് ആകാശത്തിന്റെ വർണ്ണശബളമായ സീമയിൽ സിദ്റത്തുൽ മുൻതഹ അല്ലാഹു അലങ്കരിച്ചുവെന്ന് ഖുർആൻ. ഇതൊരു സാധാരണ സംഭവ. മുത്തുനബിയുടെ വരവ് പ്രമാണിച്ച് സിദ്റത്തുൽ മുൻതഹ അല്ലാഹു അലങ്കരിച്ചു എന്ന് ഖുർആൻ. വലഖദ് റആഹു നസ്ലത്തുൻ ഉഖ്റാ ഇൻദ സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹ ഹബീബിന്റെ വരവ് പ്രമാണിച്ച് അവിടെ വെച്ച് ജിബ്രീലിനെ കണ്ടു. ജിബ്രീൽ ചമഞ്ഞൊരുങ്ങി. മുമ്പൊരിക്കലും അതുപോലെ ചമഞ്ഞൊരുങ്ങിയിട്ടില്ല. ഇമാം ബുഖാരി ഇവിടുത്തെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്നു, ഇമാം മുസ്ലിം ഇവിടുത്തെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്നു, ഇമാം നബവി ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരിപൂർണമായ രൂപത്തിൽ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടത് 2 അവസരത്തിലാ. ഒന്ന് വഹീന്റെ ആരവങ്ങളുടെ ആദ്യ അവസരത്തിലും, രണ്ടാമത് മുത്തായ നബി തങ്ങൾ സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ ചെല്ലുമ്പോഴാണ്. ഈ 2 സന്ദർഭത്തിൽ ജിബ്രീൽ പോലും പരിപൂർണമായി ചമഞ്ഞൊരുങ്ങി മുത്തുനബിയുടെ വരവ് പ്രമാണിച്ച്.
ഷറഹ് മുസ്ലിം ഹദീസ് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇനി കേട്ടോളൂ, മുത്തുനബി വന്നതിന്റെ പേരിൽ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ യഖ്ശ സിദ്റത മാ യഖ്ശ. മുത്തുനബിയുടെ വരവിന്റെ അന്ന് സിദ്റത്തുൽ മുൻതഹ സാധാരണ രൂപമല്ല. യഖ്ശ സിദ്റത മാ യഖ്ശ. സിദ്റത്തുൽ മുൻതഹയെ അലങ്കാരം കൊണ്ട് അല്ലാഹു പൊതിഞ്ഞു. സിദ്റത്തുൽ മുൻതഹ ആഗമനം മാറിപ്പോയി എന്ന് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിന് ഉപോത്ബലകമായി സ്വഹീഹ് മുസ്ലിമിൽ മറ്റൊരു ഹദീസ് കാണാം. ഫലമ്മാ ഗശിയഹാ മിൻ അംരില്ലാഹി മാ ഗശിയ തഗയ്യറത് ഫമാ അഹദും മിൻ ഖൽഖില്ലാഹി യസ്തതിഉ അൻ യൻഅതഹാ മിൻ ഹുസ്നിഹാ. പ്രോജ്വലമായ പ്രഭ കൊണ്ട് സിദ്റത്തുൽ മുൻതഹയുടെ അലങ്കാരം നബി വന്നതിന്റെ പേരിൽ അല്ലാഹു അലങ്കരിച്ചതിനെ അന്ന് കണ്ടാൽ ഒരാളുടെ വാഗ്വിലാസത്തിലും വാഗ്ധോരണിയിലും അതിനെ വർണ്ണിക്കാൻ കഴിയാത്ത വിധം അത് അവാച്യമായൊരു ഭാവനയിലേക്ക് ചിത്രമായി മാറി നിന്നിരുന്നു സിദ്റത്തുൽ മുൻതഹയുടെ രൂപം. അങ്ങനെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സിദ്റത്തുൽ മുൻതഹ അലങ്കരിച്ചു. ജിബ്രീൽ അണിഞ്ഞൊരുങ്ങി, പരിശുദ്ധ മദീന അണിഞ്ഞൊരുങ്ങി. ഇവിടെയെല്ലാം നബിയുടെ വരവിന്റെ പ്രതീകാത്മകമായ സങ്കല്പങ്ങളല്ല യഥാർത്ഥ വരവ. പ്രതീകാത്മകമായ സ്നേഹവും ആ ജനനത്തിന്റെ 1000 ഓർമ്മകളും ജീവിതത്തിന്റെ തുടിപ്പും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, സഹോദര, പ്രവാചക സ്നേഹം കലർപ്പില്ലാതെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമാ അലങ്കാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും സന്തോഷ പ്രകടനങ്ങൾക്കും സത്യവിശ്വാസി വരും. അതിന് ശിർക്കിന്റെ മുദ്ര കുത്തിക്കൊണ്ട് കുഫറിന്റെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്നതിന് വിവരമില്ലായ്മ എന്നാ പറയുന്നത്. അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തോട് ചോദിക്കൂ, പ്രമാണങ്ങൾ പഠിക്കുന്നവരോട് ചോദിക്കൂ. അല്ലാഹു നമുക്ക് ഹബീബിന്റെ റഫഖായിൽ ചേരാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃസ്വമായ എന്റെ വാക്കുകൾ നിർത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ സ്വീകരിക്കൂ റഹ്മാനേ. പാപങ്ങൾ പൊറുക്കൂ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കൂ അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ റഹ്മാനേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ആവശ്യം നിറവേറ്റണേ അല്ലാഹ്. ഒരുപാട് രോഗികളെ ഏൽപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്തിന്റെ ലക്ഷണമുള്ളവർ. അല്ലാഹുവേ, ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നബിദിന പരിപാടിയിലേക്കും മറ്റു ഭക്ഷണത്തിലേക്കുമൊക്കെ സംഭാവനകൾ തന്നവരുണ്ട്. റബ്ബേ, മരിച്ചുപോയവരുടെ ഹദറാത്തിലേക്ക് അതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ പേരിൽ സംഭാവന തരുന്നവരുണ്ട്, മരിച്ചവരുടെ ഹദറത്തിൽ അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ തമ്പുരാനെ കടം കൊണ്ട് വലഞ്ഞ ഒരുപാട് സഹോദരങ്ങളുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, കടബാധ്യതകൾ വീട്ടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള വഴികൾ കാണിക്കണേ അല്ലാഹ്. കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിവാഹ പ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മഹലിന്റെ പ്രവർത്തനങ്ങൾ ബറക്കത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, അല്ലാഹുവേ, ആത്മീയമായ ഒരു നേട്ടം, പള്ളിയെ സഹായിക്കുന്ന, പള്ളിയുടെ സംരംഭങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ സഹായിക്കുന്നവർക്ക് നീ എത്തിക്കണം അല്ലാഹ്. അവരുടെ സമ്പത്തിൽ ബറക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.